ബഹുമാന്യ പ്രേക്ഷകരെ, ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം അത്യപൂർവമായ ഒരു ഹിന്ദു മുസ്ലിം സൗഹൃദത്തിൻ്റെ കഥയാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഇന്ത്യ അധിനിവേശ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ബാഗ്ദാദിലേക്ക് പോയി അവിടെ താവളമുറപ്പിച്ച ഒരു ബ്രാഹ്മണ വിഭാഗമാണ് ഹുസൈനി ബ്രാഹ്മണർ എന്ന് പിന്നീട് അറിയപ്പെട്ട ഈ സുനിൽ ദത്തിൻ്റെ മുൻഗാമികൾ. നമ്മുടെ സിനിമാ നടനായ സഞ്ജയ് ദത്തും സുനിൽ ദത്തും ഒക്കെ ഈ ഹുസൈനി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അന്ന് മുഹമ്മദ് നബിയുടെ കൊച്ചുമക്കളായ ഹസൻ്റെയും ഹുസൈൻ്റെയും കൂടെ സഹായികളായിട്ട് കൂടുകയും അവർക്ക് വേണ്ടി സമർപ്പിത ജീവിതം നയിക്കുകയും ചെയ്ത ബ്രാഹ്മണ വിഭാഗമാണ് ഈ ഹുസൈനി ബ്രാഹ്മണർ എന്നറിയപ്പെട്ട ഈ വിഭാഗം. അവരെ മോഹിയാൽ ബ്രാഹ്മണർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അന്ന് കർബല യുദ്ധത്തിൽ ഹസനും വീരമൃത്യു വരിക്കുകയാണ് ഉണ്ടായത്. അന്ന് ഭരിക്കുന്നത് യസീദ് ഇബ്നു മുആവിയയാണ്. അന്ന് ഇറാഖ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് കർബലയിൽ ഈ മുആവിയ ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് ഇവർ രണ്ടും മരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ കൊച്ചുമക്കൾ, അലിയുടെ മക്കൾ. അപ്പോൾ അവരുടെ സഹായിയായിട്ട് കൂടിയ കൂട്ടത്തിലുള്ള റാഹിബ് ദത്ത് എന്ന ആൾ, ബ്രാഹ്മണനായ ആൾ ഈ യുദ്ധത്തിൽ മരണപ്പെടുകയുണ്ടായി. അതിന് ശേഷമാണ് അപ്പോൾ ഈ ഹസനും ഹുസൈനും വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ ബ്രാഹ്മണ വിഭാഗത്തെയാണ് പിന്നീട് ഹുസൈനി ബ്രാഹ്മണർ അല്ലെങ്കിൽ മോഹിയാൽ ബ്രാഹ്മണർ എന്നറിയപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഡൽഹിയിൽ, പഞ്ചാബിൽ, ഹരിയാന, UP, കാശ്മീർ എന്നിവിടങ്ങളിൽ ഈ പറഞ്ഞ വിഭാഗം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഈ ദത്ത് എന്നുള്ള പേര് തന്നെ അന്ന് ഈ റാഹിബ് ദത്തിൻ്റെ ജീവത്യാഗത്തിന് ശേഷം അവരെ വിശേഷിപ്പിക്കുന്നതാണ്, ആ കുടുംബത്തിനെ വിശേഷിപ്പിക്കുന്നതാണ് ദത്ത്. അപ്പോൾ അത് വളരെ കൂടുതൽ ആർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഈ ഷിയ വിഭാഗം മുസ്ലിങ്ങളുടെ കൂടെയാണ്, അവരുടെ കൂടെ ആയിരുന്നു ഇവരുടെ സഹവാസമെല്ലാം. ഇപ്പോഴും അവരുടെ പിൻഗാമികളും ഷിയ മുസ്ലിങ്ങളുമായിട്ടാണ് കൂടുതൽ സൗഹൃദം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചരിത്രത്തിൽ അത്യപൂർവമായ ഒരു സംഭവമാണിത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.